സാറേ, സുപ്രീം കോടതിയുടെ വിധി വന്നതോടെ 25,000-ഓളം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ട ഒരു സംഭവം ബംഗാളിലുണ്ടായി. നമ്മളത് ചർച്ചയും ചെയ്തതാണ്. ഇപ്പോൾ കേൾക്കുന്നത് അവർക്കെല്ലാം തന്നെ ബംഗാൾ സർക്കാർ, മമതാ സർക്കാർ പണം നൽകുമെന്നാണ്. എങ്ങനെയാവും? അതായത് ഈ 25,000 പേര് ഒറ്റയടിക്ക് പിരിച്ചുവിടുന്ന ഒരു ഉത്തരവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ പിരിച്ചു വിടേണ്ടതാണ് എന്നുള്ളതാണ് ശരി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അധ്യാപകരെ നിയമിക്കുന്നതിനൊരു സർവീസ് കമ്മീഷൻ അവിടെ ഉണ്ടാക്കി, സർവീസ് ബോർഡ്, റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. എന്നിട്ട് അവർ തീരുമാനിച്ചു, പരീക്ഷയും നടത്തി. പക്ഷെ അത് കഴിഞ്ഞാണ് സംഭവിക്കുന്നത്, പരീക്ഷ എഴുതാത്തവർ, പരീക്ഷയിൽ തോറ്റവർ, ഒരിക്കൽ പോലും വിദ്യാഭ്യാസം ലഭിക്കാത്തവരടക്കമുള്ളവരെ ഉയർന്ന റാങ്ക് കിട്ടി നിയമനം നേടി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെല്ലാം വേറൊരു പരീക്ഷ നടത്തിയിട്ട് ഇവരുടെ മാർക്കെടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ചിലർക്ക് അതുപോലും ഇല്ലാതെ മാർക്ക് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇത് തെളിഞ്ഞു കോടതിയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു ചാറ്റർജി, അദ്ദേഹത്തിൻ്റെ സിനിമാ നടി കൂടിയായിട്ടുള്ള ഒരു സഹജീവിതം നയിക്കുന്ന സ്ത്രീ, അവരിപ്പോൾ ജയിലിലാണ് ഇപ്പോഴും. കോടതി ഇത് വിശദമായിട്ട് അന്വേഷിപ്പിക്കുകയും അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ മുഴുവൻ ശരിയാണെന്ന് കാണുകയും ചെയ്തപ്പോൾ, ഇത് ആദ്യം മുതലേ ഈ പ്രക്രിയ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തി. അബിനീഷ്യോ വോയിഡ് എന്ന് പറയും, ഇല്ലീഗൽ ഫ്രം ദ വെരി ബിഗിനിങ്. അതുകൊണ്ട് 25,000 പേരെയും പിരിച്ചുവിട്ട്. അതിൽ 25,000 പേരും അധ്യാപകരില്ല, അധ്യാപകരുമുണ്ട്, അനധ്യാപകരുമുണ്ട്. അനധ്യാപകരിൽ തന്നെ ക്ലാസ് 3ഉം 4ഉം ജീവനക്കാരുമുണ്ട്. ഈ പിരിച്ചുവിട്ട അധ്യാപകർക്കെല്ലാവർക്കും അവിടെ കരാർ അടിസ്ഥാനത്തിൽ അവരുടെ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ തെറ്റ്. അതിന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാവരും കൂടി പിരിച്ചുവിടുകയാണെങ്കിൽ കുട്ടികൾ സഫർ ചെയ്യും എന്നാണ്. അയോഗ്യരായ അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ സഫറിങ് എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പം മമത ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരെ മുഴുവനും താൽക്കാലികമായിട്ട് നിലനിർത്തുന്നതോടൊപ്പം ക്ലാസ് 2, 3, 4 വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്ക് എക്സ്ഗ്രേഷ്യായിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് അവിടെ നടന്ന ഒരു കാര്യം. ഇതൊരുപാട് നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതി അയോഗ്യരെന്ന് കണ്ടെത്തി, നിയമവിരുദ്ധമായി നിയമനം നേടിയവരെന്ന് കണ്ടെത്തി പിരിച്ചുവിട്ടവർക്ക് വീണ്ടും കാശ് കൊടുക്കാനുള്ള തീരുമാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എങ്ങനെ നീതീകരിക്കാൻ കഴിയും? യോഗ്യതയുള്ളവർക്കുണ്ട് നിയമിക്കാനും, അവർക്ക് വേണ്ടി കാശ് കൊടുക്കാനും. ഈ അധ്യാപകരും അനധ്യാപകരും അയോഗ്യരാണ്. കാരണം എന്താണ്? ആദ്യം മുതലേ തന്നെ നിയമവിരുദ്ധമായ ഒരു നടപടിക്രമത്തിലൂടെ വന്നവരാണ്. അതിൽ ഒരു പക്ഷേ മെരിറ്റുള്ളവരും കണ്ടേക്കാം. പക്ഷെ അവരെ തിരിഞ്ഞ് പിടിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം എന്താണ്? ഇതിൻ്റെ രേഖകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ചെറിയ പരിപാടിയല്ല ചെയ്ത്. ഇതിൻ്റെ പരീക്ഷ നടത്തിയ രേഖകളുണ്ടല്ലോ, അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ നിന്ന് ഈ സാധനം അന്വേഷിച്ച് കോടതികൾ കയറിയിറങ്ങി വളരെ ശ്രമകരമായൊരു പ്രോസസ്സിലൂടെ സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി റദ്ദ് ചെയ്യാണ് ചെയ്ത്. മമതയുടെ ഇപ്പോഴത്തെ വാദം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളതിന് റിവ്യൂ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. റിവ്യൂ ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ വിധി വന്നിട്ടൊരു 6 മാസം കഴിഞ്ഞില്ലേ? ഏണ്ട 6 മാസം കഴിയണം. പോട്ടെ, ഒരു 4 മാസമെങ്കിലും ആയിട്ടുണ്ടാകാം. പക്ഷെ ഇതുവരെ റിവ്യൂ കൊടുത്തിട്ടില്ല. ഇനി റിവ്യൂ കൊടുത്താൽ റിവ്യൂ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. കാരണം സഫിഷ്യൻറ്റ് ആൻഡ് മോർ എവിഡൻസ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി പറഞ്ഞത്, അല്ലാതെ പറഞ്ഞതല്ല. അങ്ങനെ ആവശ്യത്തിലധികം തെളിവുകളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞിരിക്കുന്നൊരു കേസിൽ
റിവ്യൂ ചെയ്തു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. മമത പറയണ ഈ കൂട്ടത്തിൽ കുറച്ച് പേര് മെരിറ്റ് കയറിയിട്ടുണ്ട്, അവരെ സംരക്ഷിക്കേണ്ടത് എന്നാണ്. മൊത്തം പേര് മെരിറ്റിലാണ് കയറേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇത് മമതാ ബാനർജി അവരുടെ കുടുംബത്തുണ്ടാക്കിയ കാശെടുത്ത് ശമ്പളം കൊടുക്കുകയല്ല. ബംഗാളിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ ഉപ്പും മുളകും മേടിക്കുമ്പോൾ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കിട്ടുന്ന പണം എടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. അത് നിയമവിരുദ്ധമായി നിയമനം നേടിയവർക്ക് കൊടുത്തുകൊണ്ട് അവരെ പരിരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വകുപ്പില്ല. അപ്പോൾ ഇവർക്ക് എക്സ്ഗ്രേഷ്യായിട്ട് കൊടുക്കാം എന്ന് പറയുന്നത് അവരുടെ ചീഫ് സെക്രട്ടറി അങ്ങനെ സംസാരിച്ചു എന്നാണ് അവർ പറയണത്. ആ ചീഫ് സെക്രട്ടറിയുടെ തല പരിശോധിക്കേണ്ടതാണ്. കാരണം എങ്ങനെ പറ്റും? ഇത് ശരിയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് എല്ലാവർക്കും ബാധകമല്ലേ? ഇങ്ങനെ അഴിമതി നടത്തിയും സ്വജനപക്ഷപാതം നടത്തിയും അത് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ട് നിയമനം റദ്ദ് ചെയ്യുന്ന കേസിൽ സംഭവിക്കുന്ന എല്ലാവർക്കും ഈ രീതിയിൽ കാശ് കൊടുക്കാമെന്നൊരു കീഴ്വഴക്കം വരെയല്ലേ? ഞാൻ നികുതി കൊടുക്കുന്ന പണം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു അധികാരവും ഇല്ല. അവിടുത്തെ സാധാരണക്കാരൻ കൊടുക്കുന്ന പണമല്ലേ? അല്ല മുഖ്യമന്ത്രി പണം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ കുടുംബ സ്വത്തുമല്ല, സ്റ്റേറ്റിൻ്റെ സ്വത്താണ്. അത് ചിലവഴിക്കണമെങ്കിൽ അതിൻ്റെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയിലൂടെ മാത്രമേ ആ പണം ചിലവഴിക്കാൻ പറ്റൂ. അതൊന്നും മമതാ ബാനർജിക്ക് ബാധകമല്ല എന്നുള്ളതാണ് സത്യം. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് മമതാ ബാനർജി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസ് ആയിരുന്നവർ. അവർ യൂത്ത് കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് അതൊരു വ്യത്യസ്തമായ വരവായിരുന്നു. 1 or 2 കോട്ടൺ സാരി മാത്രം ഉടുത്തുകൊണ്ട് ഒരു ചെറിയ വീട്ടിൽ, ആ വീട്ടിലെ ഫർണിച്ചർ അശോക ചെയർ മാത്രമായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ ദരിദ്രയായി നിന്നുകൊണ്ട് ആ ദാരിദ്ര്യം തനിക്കൊരു പ്രശ്നമല്ല എന്നും താൻ അതാണ് തൻ്റെ ശക്തി എന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നതാണ് മമത. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, വലിയ ഗ്ലാമർ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. അത് അവിടെ കിരാത ഭരണ അക്ഷരാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് ജ്യോതി ബാസുവാണ്. ജ്യോതി ബാസു ഒരിക്കലും ഒരു മാന്യനല്ല. അദ്ദേഹം ക്ലീൻ ഷേവിൽ ടിപ്പിക്കൽ ബംഗാളി ബാബുവിൻ്റെ രീതിയിൽ വസ്ത്രം ധരിക്കുകയും അതനുസരിച്ചിട്ട് അത്യാവശ്യം ഇംഗ്ലീഷ് പറയുകയൊക്കെ ചെയ്തിരുന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് പോലും മാന്യനല്ല ജ്യോതി ബാസു. ആ ജ്യോതി ബസു 5 or 6 പ്രാവശ്യം മമതാ ബാനർജിയെ റോട്ടിലിട്ട് തല്ലി ചതച്ചിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പൊരുതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ഒരു അന്നത്തെ ഏറ്റവും പ്രശസ്തയായ ആദർശ സമ്പന്ന എന്ന് പേര് കേട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അധപ്പതനമാണ് നമ്മളിവിടെ കാണുന്നത്. അതിലാണ് സങ്കടം. കാരണം അത്രയേറെ അവർക്ക് ഒരു കാലിബർ ഉണ്ടായിരുന്നു. അവർ ഫൈറ്ററായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബംഗാളിൽ, കേരളത്തിൽ പോലും വലിയ പ്രയാസമാണ് അവരോട് ഫൈറ്റ് ചെയ്യുക എന്ന്. കാരണം വെട്ടുറപ്പാണ്, എണ്ണത്തിലെ വ്യത്യാസമുള്ളൂ. 51 വേണോ 2 വേണോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനം. കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുള്ള വ്യത്യാസം ഒറ്റ കാര്യത്തിലാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വെട്ടിലാണ് വിശ്വസിക്കുന്നത്. അത് CPI മുതലിങ്ങ് ആളില്ലാത്ത CP ജോണിൻ്റെ CMB വരെ വെട്ടണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ വെട്ടുമ്പോൾ 51 വെട്ട് വേണോ 1 വെട്ട് മതിയോ എന്നുള്ള കാര്യത്തിലാണ് ഇവർ തമ്മിലുള്ള തർക്കം. അങ്ങനെ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഫൈറ്റ് ചെയ്ത് വന്ന ഒരു ആദർശ സമ്പന്നയായ ഒരു നേതാവ് എങ്ങനെയാണ് ഇത്തരത്തിൽ അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് വീണു പോകുന്നത് എന്നുള്ള കാര്യം അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കാൻ കഴിയുള്ളൂ. ആ ചെളിക്കുണ്ടിൽ വീണു എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിനുള്ള ഒരു വിവാദപരമായ തീരുമാനവും അവരെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് ആ സംസ്ഥാനത്തെ എവിടെ കൊണ്ടെത്തിക്കും? അത് ലോകത്തിന് നൽകുന്ന, നമ്മുടെ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്താണ്? രാഷ്ട്രീയത്തിൽ പെടുന്നവർക്ക് ഏത് തരത്തിലുള്ള അഴിമതികൾ ചെയ്യാമെന്നും ആ അഴിമതി ചെയ്തു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ അധികാരമുണ്ട്, അധികാരം ഉപയോഗിച്ചിട്ട് അതിനെയൊക്കെ മൂടിവെക്കാമെന്നാണോ എഴുതുന്നത്? ഇതെവിടെ പോയി നിൽക്കും? അപ്പോൾ സുപ്രീം കോടതി
നിയമവിരുദ്ധം എന്ന് കണ്ടെത്തി പിരിച്ചു വിട്ടവർക്ക് ശമ്പളം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. നീതിന്യായ വ്യവസ്ഥയെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കണം മമതാ ബാനർജി. അതെത്ര കാലം പോകാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമല്ല, അതിൻ്റെ ശിക്ഷ എന്തായിരിക്കും എന്നുകൂടി അവരാലോചിക്കുന്നത് അവർക്കും നല്ലതാണ്, നമ്മുടെ രാജ്യത്തിനും നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.